പ്രധാനമന്ത്രിയുടെ വസതിയിലെ യോഗങ്ങൾ പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ്. നാളെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാനുമായിട്ടുള്ള കൂടിക്കാഴ്ചയുണ്ടാകും. സേനാ മേധാവികളും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും. കര, നാവിക, വ്യോമസേനാ മേധാവികളും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുമെന്നുള്ളതാണ്. പീതാംബറിലേക്ക് ഒന്ന് പോകാം ഇതിന്റെ വിവരങ്ങൾ. അർജുൻ, ഏറെ നേരം നീണ്ടുനിന്ന ഒരു ചർച്ചയാണ്, യോഗമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ഈ ആക്രമണം എല്ലാം ഉണ്ടാകുന്നതിനിടയിലും വലിയ രീതിയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണോ, അത് നാളെ തുടരുകയും ചെയ്യും. ഇന്ന് നടന്ന യോഗം അത് എപ്രകാരമുള്ളതായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ, പറയൂ. പൂജ, ഇന്ന് 2 ഘട്ടങ്ങളിലായിട്ടുള്ള യോഗമാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടന്നത്. ആദ്യം പ്രധാനമന്ത്രി, അതുപോലെ തന്നെ പ്രധാനമന്ത്രിക്കൊപ്പം സുരക്ഷാ ഉപദേഷ്ടാവ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ഒപ്പം തന്നെ 3 സേനകളുടെയും മേധാവിമാർ, അതുപോലെ തന്നെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ഇവർ ചേർന്നൊരു യോഗം. അതിന് പിന്നാലെ ഈ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായിട്ടുള്ള 2ാം ദിവസവും ഡ്രോണുകൾ കൊണ്ടുള്ള ഈ പ്രകോപനം ഉണ്ടായതിന് പിന്നാലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അതുപോലെ തന്നെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായിട്ടുള്ള 2ാം ഘട്ട കൂടിക്കാഴ്ച ആരംഭിച്ചു. അതിൽ IMFൻ്റെ നിലപാടുകളെ സംബന്ധിച്ചും IMFൻ്റെ പാകിസ്ഥാൻ സഹായവുമായി സംബന്ധിച്ചും അതുപോലെ തന്നെ പാകിസ്ഥാൻ പ്രകോപനവുമായി സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് ചർച്ചയായത്. ഈ യോഗങ്ങളിൽ ചർച്ചയായിട്ടുള്ള കാര്യം, അതുപോലെ തന്നെ ചില നിർണായക തീരുമാനങ്ങൾ, അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് നാളെ പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച ചേരാൻ പോകുന്നത്. ഒപ്പം തന്നെ പാകിസ്ഥാൻ്റെ പ്രകോപനത്തിന് ഏത് രീതിയിലുള്ള മറുപടി നൽകണമെന്നും ഇനി മുന്നോട്ട് എങ്ങനെ ഈ പാകിസ്ഥാൻ്റെ പ്രകോപനത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ്, അതായത് ഇപ്പോൾ ഇന്ത്യ നടത്തുന്നത് പാകിസ്ഥാൻ ഡ്രോണുകൾ അയക്കുന്നു, അതിനെ വെടിവെച്ചിരുത്തുന്നു, നിർവീര്യമാക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ നേരിട്ട് പാകിസ്ഥാനകത്ത് കയറിപ്പോയി 4 നഗരങ്ങളിൽ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു ഇന്ത്യ. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചില്ല. ഇന്ന് പാകിസ്ഥാൻ്റെ ഡ്രോണുകൾ വന്നപ്പോൾ അതിനെ വെടിവെച്ച് വീഴ്ത്തുക, അതിനെ നിർവീര്യമാക്കുക എന്നുള്ള കാര്യം മാത്രമാണ് ചെയ്തത്. പക്ഷേ അതിൽ ഫിറോസ്പൂരിൽ ഒരു കുടുംബത്തിൻ്റെ 3 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. എന്തായാലും നാളെ ഈ യോഗം ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രധാനമന്ത്രിയുമായിട്ടുള്ള യോഗത്തിൽ നടന്ന കാര്യങ്ങളുടെ വിശദീകരണം ഉണ്ടാകും. അതുപോലെ തന്നെ മുന്നോട്ടുള്ള നടപടികൾ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നാളെ എന്തായാലും ഇപ്പോൾ ഈ യോഗം ചേരാൻ പോകുന്നത്. രാജ്നാഥ് സിംഗിൻ്റെ വസതിയിലായിരിക്കും. രാജ്നാഥ് സിംഗ് ആ യോഗത്തിന് നേതൃത്വം വഹിക്കും. കൂടെ 3 സൈനിക മേധാവികളും അതുപോലെ തന്നെ സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാനും പങ്കെടുക്കും. എന്തായാലും ഇപ്പോൾ ഇന്ന് ചേർന്നിരിക്കുന്ന യോഗം അവസാനിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം ഉണ്ടായിരുന്നത്. പക്ഷേ തീരുന്നില്ല. തീരുമാനങ്ങളും ചർച്ചകളും ഒക്കെ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. നാളെ തുടരുക തന്നെ ചെയ്യും.